യാക്കോബായ സഭ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷകൾ നടക്കുന്ന ദിവസമാണ്. ചരമദിന ശുശ്രൂഷകൾ ഉടൻ ആരംഭിക്കും. പരിശുദ്ധ ഇഗ്നാത്യൂസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 ദിവസത്തെ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കിയ പാത്രിയാർക്കീസ് ബാവ നാളെ രാവിലെ തന്നെ ലെബനിലേക്ക് മടങ്ങുകയും ചെയ്യും. നമുക്കിപ്പം സേഫ് ന്യൂസ് ചേരുന്നു. സേഫ് ന്യൂസ്, സിറിയയിൽ നടക്കുന്ന കലാപമാണ്. സിറിയയിൽ വിമതർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വിമതർ ആക്രമണം ആരംഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് സിറിയ വിമതർ പിടിച്ചടക്കുന്നതെല്ലാം. ഒരുപക്ഷെ വിമതർ സിറിയ പിടിച്ചടക്കിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാവാം പാത്രിയാർക്കീസ് ബാവ ഈ എല്ലാ സന്ദർശനവും വെട്ടിച്ചുരുക്കി നാളെ ലെബനിലേക്ക് പോവുക. ഇന്നെപ്പോഴാണ് ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്? പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷകൾ എപ്പോഴാണ്, എങ്ങനെയാണ്? ഭക്തരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര സമയം നീണ്ടു നിൽക്കും ഈ ചടങ്ങുകൾ? സേഫ് ന്യൂസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിവിടെ പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെന്ററിലാണ്. ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷകൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. കുർബാന അർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രിഗോറിയസ് തിരുമേനിയും ഒപ്പം തന്നെ പാത്രിയാർക്കീസ് ബാവയും പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. ഗ്രിഗോറിയസ് തിരുമേനിയുടെ വേദിക്ക് സമീപം തന്നെയുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് കുർബാന അർപ്പിക്കുവാനായി എത്തിയിട്ടില്ല. ഈ അല്പസമയത്തിനകം തന്നെ ഇവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാകും ഈ അനുസ്മരണ സമ്മേളനം നടക്കുക. അനുസ്മരണ സമ്മേളനത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന വേദിയാണ് നമ്മൾ കാണുന്നത്. ഈ വേദിക്ക് സമീപം പാത്രിയാർക്കീസ് ബാവ കടന്നു വരുന്ന വഴികളിൽ 2 ഭാഗത്തുമായി വൈദികരും മെത്രോളിത്തമാരും അണിനിരന്നിട്ടുണ്ട്. 7:30 പ്രഭാത പ്രാർത്ഥന തീരുമാനിച്ചിരുന്നത്. പക്ഷേ അല്പം സമയം വൈകുന്നതാണ്. എന്തായാലും 8 മണിയോടുകൂടി പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 8:30 വിശുദ്ധ കുർബാനയും നടക്കും. അതിനുശേഷമാകും ധൂപ പ്രാർത്ഥന നടക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ധൂപ പ്രാർത്ഥന പാത്രിയാർക്കീസ് ബാവ വന്നതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. ഇന്നും ധൂപ പ്രാർത്ഥന നടക്കും. ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. 1000-ഓളം പേരാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ വിശ്വാസികൾ പാത്രിയാർക്കൽ സെന്ററിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഭൂരിഭാഗം വിശ്വാസികളും ഇവിടെ സ്ഥലം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മെത്രോപ്പൊളിത്തമാരും വൈദികരും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കാനായി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അവരുടെ ഒരു വലിയ പ്രാർത്ഥനാ ചടങ്ങുകൾക്കാണ് സാക്ഷിയാകുന്നത്. ശരി, താങ്ക് യു സൈഫനീസ. ഇപ്പോൾ ശുശ്രൂഷകൾ നടക്കുകയാണ്. നാളെ തന്നെ പാത്രിയാർക്കീസ് ബാവ ലെബനിലേക്ക് മടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കുറച്ച് അധികം ദിവസം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് പാത്രിയാർക്കീസ് ബാവയെ അറിയിച്ചതെങ്കിലും സിറിയയിൽ നടക്കുന്ന കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാത്രിയാർക്കീസ് ബാവ വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്.